എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈജു. കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് വളരെ സന്തോഷം തരുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, നമ്മുടെ പ്രധാനപ്പെട്ട പരീക്ഷകളൊക്കെ നമ്മൾ എഴുതി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ പരീക്ഷകൾ എഴുതി മാറിയതിന് ശേഷം നിങ്ങൾ സ്വാഭാവികമായിട്ടും ആ ബുക്കുകൾ അതുപോലെ അങ്ങ് മടക്കി വെച്ച് കാണും. മറ്റെന്തെങ്കിലും പരിപാടികൾക്ക് നിങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ചെയ്യരുത്. കാരണം ഇനി കുറച്ച് പരീക്ഷ കൂടി ഉടനെ വരാനുണ്ട്. ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം പഠിച്ച് അതങ്ങോട്ട് ഒഴിവാക്കി കളഞ്ഞ് അങ്ങനെ പോകുന്നതല്ല ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴാണോ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ അഡ്വൈസ് ആകുന്ന ഒരു പൊസിഷനിലേക്ക് നമ്മുടെ പേരെത്തുന്നത് അന്ന് വരെയും നമ്മൾ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് യാഥാർത്ഥ്യത. അപ്പോൾ ഈ ഒരു ജീവിതയാത്രയിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വലിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. പരീക്ഷകളിലെ കാര്യക്ഷമമായിട്ട് നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കാതെ വരാറുണ്ട്. അപ്പം നമ്മളൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് ആദ്യമായിട്ട് എഴുതുന്ന ഒരു പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഒരു പക്ഷെ നമുക്ക് 10 മാർക്ക് കിട്ടത്തുള്ളൂ. അതിനുശേഷം നമ്മൾ അതിൽ നിന്നും കുറച്ച് പാഠങ്ങൾ നമ്മൾ പഠിക്കും. എവിടെയാണ് എനിക്ക് പരാജയം ഏറ്റുവാങ്ങിയത്, ഇനി അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ തയ്യാറെടുക്കുമ്പോൾ ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടത്, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അല്ലാതെ ആ ഒരു പരീക്ഷ എഴുതി ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ കളയുമല്ല. നമ്മളത് നോക്കും, നമുക്ക് എവിടെയാണ് പരാജയം സംഭവിച്ചത്, ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നത്. അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ആ ഒരു പരീക്ഷയുടെ സിലബസും ഈ ഒരു പരീക്ഷയുടെ സിലബസും തമ്മിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്, ഇതൊക്കെ മുമ്പിൽ കണ്ടുകൊണ്ട് വളരെ കൃത്യമായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്തേക്ക് പേരുകൾ എത്തിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥി 1-2 പരീക്ഷകൾ മാത്രം എഴുതി അവൻ റാങ്ക് ലിസ്റ്റിലേക്ക് കടന്നു വരുന്ന ഒരു ചരിത്രം തന്നെ ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരുപാട് പരീക്ഷകൾ എഴുതി ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങി ആ പരാജയങ്ങളൊക്കെ നാളത്തെ നമ്മുടെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണെന്ന് മനസ്സിനെ പഠിപ്പിച്ചെടുത്തുകൊണ്ട് നിങ്ങൾ അതിശക്തമായിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് റാങ്ക് ലിസ്റ്റിലെ നിങ്ങളുടെ പേരെത്തുന്നത്. അപ്പം അതുകൊണ്ട് ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ പരാജയം ഏറ്റുവാങ്ങുക എന്നുള്ളത് സ്വാഭാവികമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേര് റാങ്ക് ലിസ്റ്റിന്റെ സേഫ് സോണിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ആ ജോലിയിൽ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠനം നിർത്താവുന്നതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ പഠനം തുടർന്നുകൊണ്ടേയിരിക്കണം. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചു, അത് കൃത്യമായിട്ട് റിവിഷൻ നടത്തുന്നില്ലെന്നുണ്ടെങ്കിൽ, അത് സമയബന്ധിതമായിട്ട് ഇടവേളകളിലെ കൃത്യമായിട്ട് നമ്മളത് റിവിഷൻ നടത്തി നമ്മൾ മുമ്പോട്ട് പോകുന്നില്ലെങ്കിൽ ആ സാധനം തീർച്ചയായിട്ടും മറന്നു പോകും. അത് സ്വാഭാവികമാണ്. മനുഷ്യനാണ്, മറക്കും. എല്ലാ മനുഷ്യർക്കും മറവിയുണ്ട്. പിന്നെ ആ മറവി എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരീക്ഷാ ഹാള് വരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് ഓർത്തിരിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് റിവിഷൻ നടത്തി വേണം മുമ്പോട്ട് പോകുവാൻ. അപ്പം അതുകൊണ്ട് 1ാം റാങ്ക് കിട്ടിയ ഒരുത്തൻ 10 ദിവസം അവൻ പഠിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ പഠിച്ച കാര്യം സ്വാഭാവികമായിട്ടും മറന്നു പോകും. അത് മനസ്സിലാക്കി വേണം നിങ്ങൾ പഠിക്കുവാൻ. ഇനി നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, നിങ്ങളിപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കഴിഞ്ഞു പോയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ, അതുപോലെ SI ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ പരീക്ഷകൾ എഴുതി അല്ലെങ്കിൽ അടുത്ത എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളായിരിക്കാം, അല്ലെങ്കിൽ മെയിൻസിന്റെ പ്രിപ്പറേഷന് വേണ്ടി പോകുന്ന ഉദ്യോഗാർത്ഥികളായിരിക്കാം. ഇനി നിങ്ങൾ ആ ഒരു വേവ് ലെങ്ത് ഒരു കാരണവശാലും വിട്ടുകളയാൻ പാടില്ല. ഇനി നിങ്ങൾ ആദ്യഘട്ട പ്രിലിംസിന്റെ പരീക്ഷ എഴുതി എന്ന് കരുതുക, അതല്ലെങ്കിൽ എഴുതിയില്ല എന്ന് കരുതുക. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് 2025, 2026 പ്രധാനപ്പെട്ട ഒട്ടനവധി ഡിഗ്രി ലെവൽ പരീക്ഷകൾ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഓരോ അവസരങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നവന് മാത്രമേ വിജയത്തിലേക്ക് എത്തത്തുള്ളൂ. അല്ലാതെ നെഗറ്റീവ് പറയുന്നവർ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. ജോലി കിട്ടിയ ഒരുത്തൻ ഒരിക്കലും നിങ്ങളോട് അവനോട് ചോദിക്കുകയാണ് PSC പഠിച്ചു കഴിഞ്ഞാൽ ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എന്തായിരിക്കും പറയുന്നത്? ഗുണമുണ്ടെന്നല്ലേ അവൻ പറയത്തുള്ളൂ. കാരണം അവൻ സർവീസ് കയറി അങ്ങനെയാണല്ലോ. പക്ഷേ ജോലി കിട്ടാത്തവർ സ്വാഭാവികമായിട്ട് നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പഠിക്കണ്ട, പഠിച്ചിട്ട് കാര്യമില്ല, ഇത് പിൻവാതിൽ നിയമനമാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. പക്ഷേ
നിങ്ങളെ മുമ്പോട്ട് നയിക്കുവാൻ വിജയിച്ച ആൾക്കാരിൽ മാത്രം നിങ്ങൾ സജഷൻ ചോദിക്കുക. നിങ്ങൾ റാങ്ക് ലിസ്റ്റിലെ ജോലിയിൽ കയറിയ ഉദ്യോഗാർത്ഥികളുടെ അടുത്തേക്ക് പോവുക, അവരോട് ചോദിക്കുക, ഞാൻ പുതുതായിട്ട് PSC പഠിക്കാൻ തുടങ്ങുകയാണ്, അപ്പൊ ഞാൻ എങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് അവരോട് പോയി ചോദിച്ചു നോക്ക്. അവരിൽ നിന്ന് കിട്ടുന്ന സജഷൻ ആയിരിക്കണം നിങ്ങളെ മുമ്പോട്ടുള്ള യാത്ര നയിക്കുന്നത്. അല്ലാതെ റാങ്ക് ലിസ്റ്റിന്റെ അവസാന ഭാഗത്തേക്ക് വരികയോ അല്ലെങ്കിൽ ആ ഒരു മിഡിൽ നിന്ന് താഴോട്ട് ഇങ്ങോട്ട് വരുന്ന ഒരു സാധ്യതയില്ലാത്ത ആൾക്കാരോട് നമ്മൾ എന്ത് ചോദിച്ചാലും അവർ പറയുന്നത് ഞങ്ങളൊക്കെ റാങ്ക് ലിസ്റ്റിനകത്തുണ്ട്, ഞങ്ങൾക്ക് പോലും ഇതുവരെ ജോലി ആയില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്തേക്ക് നമ്മുടെ പേര് വന്നെങ്കിൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ. അല്ലാതെ ഒരു റാങ്ക് ലിസ്റ്റിനകത്ത് 1000 പേരുണ്ടെന്ന് കരുതുക, ഈ 1000 പേർക്ക് ഒരിക്കലും ജോലി കിട്ടത്തില്ല. അതങ്ങനെയല്ലേ അതിന്റെ യാഥാർത്ഥ്യത. 10 200 അല്ലെങ്കിൽ അതിന്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും നിയമനം കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, ഈ 1000 പേർക്ക് നിയമനം കൊടുത്തിട്ട് പോരെ അടുത്ത റാങ്കിൽ? അങ്ങനെയല്ലല്ലോ, നമ്മൾക്കൊരു സിസ്റ്റം ഉണ്ടല്ലോ. നമ്മുടെ സിസ്റ്റം എന്താണ്? ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും, അതിന് 3 വർഷത്തെ കാലാവധി മാത്രമേ ഉള്ളൂ. ആ 3 വർഷത്തെ കാലാവധിക്കുള്ളിലെ 100 പേർക്ക് മാത്രമേ അഡ്വൈസ് പോയിട്ടുള്ളെങ്കിൽ ബാക്കി 900 പേര് ഔട്ടാണ്. അടുത്ത പരീക്ഷ നടക്കും, ഇതുപോലെ അടുത്ത റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും. ഇതൊരു പ്രൊസീജിയറാണ്. ഇത് മനസ്സിലാക്കി വേണം നിങ്ങൾ പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ. അല്ലാതെ ഒരു റാങ്ക് ലിസ്റ്റിനകത്തേക്ക് നിങ്ങളുടെ പേര് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർത്തും ജോലി കിട്ടുമെന്നുള്ള തെറ്റായ ധാരണ സമൂഹത്തിൽ നിന്നുകൊണ്ട് അതൊന്നും നിങ്ങൾ കേട്ട് മൈൻഡ് ചെയ്യരുത്. നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ പേര് എവിടെ ആയിരിക്കണം? ആദ്യത്തെ 50-നകത്തേക്ക് നിങ്ങളുടെ പേരെത്തിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് പറയുവാനും നെഗറ്റീവ് ചിന്തിക്കുവാനും മാത്രമേ നമുക്ക് സമയം ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിൽ പോകാം. മക്കളെ, നമ്മൾക്ക് 2025 2026 കൂടി നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ പരീക്ഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പരീക്ഷകളാണ്. ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഏതൊക്കെയാണ്, അതിന്റെ ഓരോന്നിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ റാങ്ക് ലിസ്റ്റിന്റെയും കാലാവധിയും അതിന്റെ സ്വഭാവവും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയതാണ്. ഈ പരീക്ഷകളാണ് നമ്മുടെ മുമ്പിലേക്ക് ഇനി വരവാനുള്ളത്. 2025 അവസാനം മുതൽ അങ്ങോട്ട് 2026 പകുതിയോടുകൂടി നമുക്ക് ഇത്രയും നോട്ടിഫിക്കേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിലൊന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയാണ്. ആ ഒരു തസ്തിക നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പറയാം, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്നുള്ളത്. 2 കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അതായത് KSFE KSEB ഉൾപ്പെടെയുള്ള കമ്പനികളുടെയും ബോർഡുകളുടെയും ആ ഒരു ഭാഗത്തേക്ക് നടത്തുന്ന അസിസ്റ്റന്റ് പരീക്ഷ. അത് ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന മാസീവായിട്ടുള്ള ഒരു പരീക്ഷയാണ്. അതുപോലെ കോർപ്പറേഷൻ അസിസ്റ്റന്റ്, KSRTC പോലെയുള്ള കോർപ്പറേഷനിലേക്ക് നടത്തുന്ന ഒരു പരീക്ഷയാണ് കോർപ്പറേഷൻ അസിസ്റ്റന്റ്. അതേപോലെ എക്സൈസ് ഇൻസ്പെക്ടർ, യൂണിഫോം തസ്തിക ആഗ്രഹിക്കുന്ന ആൾക്കാർ എക്സൈസിലേക്കുള്ള ഡയറക്റ്റ് എൻട്രി ആണ് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പരീക്ഷ. അതേപോലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്കുള്ള അസിസ്റ്റന്റ് പരീക്ഷ ഉടനെ വരുന്നുണ്ട്. അതേപോലെ എല്ലാ വർഷവും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന നമ്മുടെ യൂണിഫോം തസ്തിക SIയുടെ പരീക്ഷ ഉടനെ വിളിക്കും, അത് എല്ലാ വർഷവും വിളിക്കുന്നതാണ്. അതേപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷ ഇപ്പോൾ ലൈവ് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. നമ്മൾ എല്ലാവരും അപ്ലൈ ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും പരീക്ഷകളാണ് 2025 2026 കൂടി നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷകൾ. ഈ പരീക്ഷകൾക്കെല്ലാം തന്നെ ഒരു പ്രിലിംസും ഉണ്ടാകും, ഒരു മെയിൻസും ഉണ്ടാകും. അത് എഴുതി ഇതിനെല്ലാത്തിനും കൂടെ കോമൺ ആയിട്ട് ഒരു പ്രിലിംസിന്റെ പരീക്ഷയും അതിനുശേഷം ഓരോ തസ്തികയ്ക്ക് വേണ്ടിയിട്ട് മെയിൻസ് പരീക്ഷകൾ സെപ്പറേറ്റ് ആയിട്ട് നടത്തും. അപ്പൊ നമ്മുടെ ഒരു സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞു പോയ 3 3 6 1 7 പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ പോസ്റ്റുകളുടെ സ്വഭാവം എന്നാണ് അത് വിളിക്കുന്നത്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇതിന്റെ ഒരു സീരീസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഏറ്റവും കൂടുതൽ അഡ്വൈസ് നടക്കുന്ന ഈ 7 തസ്തികകളിലെ ഏറ്റവും കൂടുതൽ അഡ്വൈസ് നടക്കുന്ന, ഏറ്റവും കൂടുതൽ ആൾക്കാർ പരീക്ഷ എഴുതുന്ന, ഒരുപാട് പേർക്ക് നിയമനം കിട്ടുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ എന്ന് പറഞ്ഞാല് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയാണ്. ഒരു വലിയൊരു റാങ്ക് ലിസ്റ്റ് ആയിരിക്കും വരുന്നത്. അതിലെ പകുതിയിൽ കൂടുതൽ, ഏകദേശം 3/4 ആൾക്കാർക്കും നിയമനം കിട്ടാവുന്ന വലിയൊരു മാസീവായിട്ടുള്ള പരീക്ഷയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ. അപ്പൊ നിങ്ങൾക്ക് തോന്നും, സാറേ ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ KSFEയോ അല്ലെങ്കിൽ KSEBയോ മാത്രമല്ലേ ഉള്ളൂ? അങ്ങനെയല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ എന്നാണ് നോട്ടിഫിക്കേഷൻ വന്നത്?
2022 നോട്ടിഫിക്കേഷൻ വന്നത്. അതായത് 2022 തുടക്കത്തിലെ നോട്ടിഫിക്കേഷൻ വരുന്നു. 2023 പ്രിലിംസ് മെയിൻസ് പരീക്ഷകൾ നടക്കുന്നു കൃത്യം ഒരു വർഷത്തിന് ശേഷം. 2023 പ്രിലിംസ് മെയിൻസ് പരീക്ഷകൾ നടന്നതിന് ശേഷം 2024 മാർച്ച് മാസം 13 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ടല്ലോ, ഉണ്ട്. ഏകദേശം എത്ര നാളായിട്ടുണ്ടാകും? അതായത് ഇപ്പോൾ 2025 ഏകദേശം ഒരു വർഷം കഴിഞ്ഞു. മാർച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് ജൂൺ ഏകദേശം ഒരു 3 മാസം കൂടി ആയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ, നമുക്ക് ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നമുക്ക് ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട്, അതായത് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന നിലവിലെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഏകദേശം ഒരു വർഷവും ഒരു 3 മാസവും ആയിട്ടുണ്ട് അല്ലേ? ഒരു വർഷവും 3 മാസവും ആയിട്ടുണ്ട്. നമുക്ക് ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് വരെയാണ്? സാധാരണ 3 വർഷമാണ്. അതുകൊണ്ട് 2027 മാർച്ച് മാസം 12 രാത്രി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുകയാണ്. അതായത് 2027 മാർച്ച് 13 പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണ്ടേ? അപ്പൊ 2027 പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണമെങ്കിൽ 2025 അവസാന നോട്ടിഫിക്കേഷൻ വന്ന് 2026 പ്രിലിംസ് മെയിൻസ് പരീക്ഷകൾ എഴുതി മാറി 2027 റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2025 നോട്ടിഫിക്കേഷൻ വരും, 2026 പരീക്ഷ നടക്കും. വൃത്തിയായിട്ട് പഠിച്ചോണം. ഇനി അന്ന്, അതായത് ഈ ഒരു 2024 റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ മെയിൻ ലിസ്റ്റിലെ 3763 ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തി വലിയൊരു മാസീവായിട്ടുള്ള ഒരു ലിസ്റ്റാണ് അല്ലേ? കാരണം ഒരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്, സംസ്ഥാന തലത്തിൽ നിയമിക്കപ്പെടുന്ന ഒരു വലിയൊരു ലിസ്റ്റാണ്. 3700 പേരെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമ്പോൾ ഏകദേശം ഒരു വർഷവും 3 മാസവും മാത്രം നിർത്തിക്കൊണ്ട് 1400 പേർക്കോളം നിയമനം കൊടുത്തോ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിലെ നിയമനം എങ്ങനെയാണ് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കേ. വലിയൊരു സാധ്യതയല്ലേ ഇത്? ഈ ഒരു സാധ്യത മുമ്പിൽ കാണാതെ ഒരുപാട് പേര് നിങ്ങളെ നെഗറ്റീവ് അടിപ്പിച്ചുകൊണ്ട് പിറകോട്ട് വലിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഈ എഴുതിയ പരീക്ഷയിൽ നിങ്ങളുടെ റാങ്ക് ഒരു 500 അല്ലെങ്കിൽ 400 ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്വൈസ് പോകത്തില്ലായിരുന്നോ? അപ്പം പിന്നെ എന്താണ് ഈ പറയുന്നതിലെ യുക്തി? എന്താണ് ആൾക്കാർ പറയുന്നതിലെ? സോ അതുകൊണ്ട് നെഗറ്റീവ് പറയുന്നവരെ നിങ്ങൾ ഒരു കാരണവശാലും അടുപ്പിക്കരുത്. നിങ്ങൾ ഇങ്ങനെ മാത്രം പറഞ്ഞാൽ മതി, ഒരു വേക്കൻസി എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഒരു നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പം നിങ്ങൾ പറഞ്ഞാൽ മതി, ഒരു വേക്കൻസി ഉണ്ടല്ലോ, ആ വേക്കൻസിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പരീക്ഷ എഴുതുന്നത്. നെഗറ്റീവ് പറയുന്ന ആൾക്കാരോട് നിങ്ങൾ പറയുക. അപ്പം അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഏകദേശം കണ്ടോ 1400ഓളം പേർക്ക് അഡ്വൈസ് പോയി കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം ഒരു പകുതിയോടടുത്ത് പേർക്ക് നിയമനം കഴിഞ്ഞു. ഇനിയും നമുക്ക് കിടക്കുവാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. അതായത് വീണ്ടും കിടക്കുവാ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇനിയും കിടപ്പുണ്ട്. ഏകദേശം 1.5 വർഷവും പിന്നെ ഒരു 3 മാസം കൂടെ പിന്നെയും കിടക്കുവാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഏകദേശം 18 ഒരു 21 മാസത്തോളം പിന്നെയും കിടക്കുക നമ്മുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. അപ്പൊ എങ്ങനെ പോയാലും പുതിയൊരു സർക്കാർ അടുത്തതായിട്ട് നിലവിൽ വരേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. ആ ഒരു സമയത്തൊക്കെ ഒരുപാട് അഡ്വൈസുകൾ പോകും. അപ്പൊ എങ്ങനെ പോയാലും ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നും ഒരു 2500+ നിയമനങ്ങൾ ഉറപ്പായിട്ട് നടക്കും കേട്ടോ. ഷുവറാണ്. 2500-ന് 3000-നോട് അടുക്കുവാണെങ്കിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. 2500+ ഷുവറാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോ ഇവിടെ ഈ ഒരു പരീക്ഷ എഴുതിയ സമയത്ത് പ്രിലിംസിന്റെ പരീക്ഷ നിങ്ങൾ നോക്കണ്ട. പ്രിലിംസിന്റെ പരീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു കട്ട് ഓഫ് മാർക്ക് വാങ്ങിച്ചിട്ട് അത് ക്വാളിഫൈഡ് ആകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ നോക്കേണ്ടത്, മെയിൻസ് പരീക്ഷയ്ക്ക് വന്ന കട്ട് ഓഫ് എത്ര നോക്കിയേ? 43.33 അപ്പൊ ഏകദേശം ഒരു 50 അല്ലെങ്കിൽ 60 മാർക്ക് വാങ്ങിച്ചവൻ റാങ്ക് ലിസ്റ്റിന്റെ ഏത് ഭാഗത്തായിരിക്കും എന്ന് സ്വാഭാവികമായിട്ടും കോമൺ സെൻസ് വെച്ച് ആലോചിച്ചൂടെ? അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ആലോചിച്ച് നോക്കിയേ, ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഒരു 60 മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പേര് എവിടെ ആയിരിക്കും? നിങ്ങളിപ്പോൾ സർവീസിൽ കയറത്തില്ലായിരുന്നോ? അപ്പൊ അതുകൊണ്ട് പഠിക്കുമ്പോൾ ഭംഗിയായിട്ട് പഠിക്കുക. ഇതിന്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 43.33 2019 നിങ്ങൾ നോക്കുവാണെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിലെ ഏകദേശം 3800-ലധികം അഡ്വൈസുകളാണ് അവിടെ പോയതെന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോണം. അത് കാലക്രമേണ അഡ്വൈസുകൾ കുറയും, അത് കുഴപ്പമില്ല. എന്നിരുന്നാലും
2019 ലിസ്റ്റിനകത്ത് നിന്ന് ഇത്രയും അഡ്വൈസുകൾ ഏകദേശം ഒരു 3500-ലധികം പേർക്ക് നിയമനം കൊടുത്തുകൊണ്ടുള്ള ഒരു വലിയ ഒരു മാസീവായിട്ട് PS നടത്തിയ ഒരു വലിയ റിക്രൂട്ട്മെന്റ് ആയിരുന്നു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷ. അപ്പൊ അതുകൊണ്ട് 2025 തീർച്ചയായിട്ടും അവസാന നോട്ടിഫിക്കേഷൻ വരും. 2026 പ്രിലിംസ് മെയിൻസ് പരീക്ഷകൾ നടക്കും. 2027 റാങ്ക് ലിസ്റ്റ് വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നല്ല മാർക്ക് ഉണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്ത് തന്നെ വന്ന് ആദ്യമേ അങ്ങ് നിയമനം നടക്കും. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ പകുതിയിൽ വന്നാലും നമുക്ക് നിയമനം കിട്ടും. കണ്ടോ, ഇത്ര വലിയൊരു മാസീവായിട്ട് നടത്തുന്ന ഒരു പരീക്ഷ സംസ്ഥാന തലത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തന്നെ അത് സത്യം പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന നോട്ടിഫിക്കേഷൻ 2025 അവസാന സമയം നവംബർ ഡിസംബറോടുകൂടി നമ്മൾ തീർച്ചയായിട്ടും ഏജ് കിട്ടുവാൻ വേണ്ടി ആ ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഡിസംബർ, അതായത് നവംബർ ഡിസംബർ 2025 ഇനി പ്രിലിംസ് പരീക്ഷ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മെയ് മുതൽ അങ്ങോട്ട് നിങ്ങൾ പ്രതീക്ഷിക്കണം. ഒരുപാട് അങ്ങ് ചുരുക്കി പറയുന്നില്ല. മെയ് മുതൽ നിങ്ങൾ പരീക്ഷ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രിലിംസിന്റെ പരീക്ഷ മെയ് മുതൽ പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ ആലോചിച്ചൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് നിങ്ങൾ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എത്ര മാസം സമയം കിട്ടുമെന്നൊക്കെ നിങ്ങൾ തന്നെ ആലോചിച്ചോണം. അതിനു വേണ്ടിയിട്ടാണ് ഞാനൊരു കാലം ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് തരുന്നത്. അതേപോലെ മെയിൻസിന്റെ പരീക്ഷ നമുക്കൊരു ഓഗസ്റ്റ് മുതൽ അങ്ങ് പ്രതീക്ഷിക്കണം നിങ്ങൾ. അപ്പൊ അതിനിടയിൽ വരുന്ന ഗ്യാപ്പ് നോക്കിക്കോണം, വളരെ ചുരുങ്ങിയ ഗ്യാപ്പാണ്. അപ്പൊ അതുകൊണ്ട് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് ഭംഗിയായിട്ട് എടുത്തു വെച്ചുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾ ഈ ഒരു പറയുന്ന കാലയളവിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ 2025 നിങ്ങൾ അവസാന സമയത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ ഏറ്റവും കുറഞ്ഞ ഒരു നമ്മുടെ എൻറ്റയർ സിലബസിന്റെ ഒരു 20% നിങ്ങൾ കവർ ചെയ്ത് പോയിട്ടുണ്ടാവും. അതല്ല നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടാണ് പഠിക്കാൻ തുടങ്ങുന്നതെങ്കിൽ ഒരു വലിയ മണ്ടത്തരമായിരിക്കും നിങ്ങൾ കാണിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കണം. സോ ഇതെല്ലാം കഴിഞ്ഞിട്ട് 2027 മാർച്ച് മാസത്തിൽ നമുക്ക് തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി എന്തുകൊണ്ടാണ് ഇത്രയും അഡ്വൈസുകൾ പോകുന്നത്? കേരളത്തിലെ നമ്മുടെ മനസ്സിലെ എപ്പോഴും വരുന്നത് ഈ KSCBയും KSFE മാത്രമല്ലേ ഉള്ളൂ? ഇത് മാത്രമേ ഉള്ളൂ? ഇവിടെ മാത്രമാണോ നിയമനങ്ങൾ കിട്ടുന്നത്? അല്ല. നിങ്ങൾ നോക്കിക്കോടാ, KSFE മാത്രമല്ല. KSFE ഒരുപാട് നിയമനങ്ങൾ നടക്കാറുണ്ട്, KSCBയിൽ ഒരുപാട് നിയമനങ്ങൾ നടക്കാറുണ്ട്, KMML അതുപോലെ കെൽട്രോണിലേക്കുള്ള നിയമനങ്ങൾ, കെൽട്രോണിലെ അസിസ്റ്റന്റ് നിയമനങ്ങളൊക്കെ ഇതിനകത്ത് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് എടുക്കുന്നത്. അതുപോലെ കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അവിടെ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. മലബാർ സിമെന്റ്സ് ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അങ്ങനെ കേരള അഗ്രോ മെഷീനറി ഉണ്ട്. അതുപോലെ കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉണ്ട്. കേരള വാട്ടർ അതോറിറ്റി അല്ലെങ്കിൽ കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്കുള്ള നിയമനങ്ങൾ നടക്കുന്നത് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ്. അതേപോലെ തന്നെ ഡെവലപ്മെന്റ് അതോറിറ്റീസ് ഇൻ കേരള, അതുപോലെ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലെ അസിസ്റ്റന്റ് നിയമനങ്ങളൊക്കെ നടക്കുന്നത് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ്. അതുകൊണ്ട് കേരളത്തിലെ ഇത്രയും കമ്പനികൾ കണ്ടോ, ഇത്രയും കമ്പനികളിലേക്ക് നടക്കുന്ന അല്ലെങ്കിൽ ഇത്രയും ബോർഡുകളിലേക്ക് നടക്കുന്ന നിയമനങ്ങളെല്ലാം വരുന്നത് ഈ നമ്മൾ എഴുതാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, ഇതിനകത്ത് KSRTC ഒക്കെ വരുന്നില്ലല്ലോ? അത് വേറെ നമ്മൾ കോർപ്പറേഷൻ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇത്രയും കമ്പനി ബോർഡുകൾ കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും 2500-ലധികം അഡ്വൈസുകളൊക്കെ അല്ലെങ്കിൽ 3000-ഓളം അഡ്വൈസുകൾ പോകുന്നതിന്റെ കാരണം കേരളത്തിലെ ഇത്രയും കമ്പനി ബോർഡുകളിലേക്കുള്ള നിയമനങ്ങൾ നടക്കുന്നത് നമുക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യത. നമ്മൾ നിയമിക്കപ്പെടുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ജൂനിയർ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഗ്രേഡ് അല്ലെങ്കിൽ ക്യാഷ്യർ ആണ്. നമ്മുടെ KSFEയിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ KSCBയിലേക്ക് പോവുകയാണെങ്കിൽ ക്യാഷ്യർ പോസ്റ്റുകൾ കിട്ടിയാലും ഇത് തന്നെയാണ്. ക്ലർക്ക്, അതുപോലെ ടൈം കീപ്പർ ഗ്രേഡ് 2 പരീക്ഷ അല്ലെങ്കിൽ സീനിയർ അസിസ്റ്റന്റ്, അതേപോലെ ജൂനിയർ ക്ലർക്ക് എന്നൊക്കെ പറയുന്ന പല രീതിയിലായിരിക്കും നമ്മുടെ നിയമനങ്ങൾ നടക്കുന്നത്. സാലറി എങ്ങനെ പോയാലും, അതായത് ഓരോ ബോർഡ് അല്ലെങ്കിൽ ഓരോ കമ്പനി അനുസരിച്ച് സാലറി സ്കെയിൽ മാറുന്നത് കൊണ്ട് സാലറി സ്കെയിൽ ഞാൻ ഇവിടെ പറയുന്നില്ല. എങ്ങനെ പോയാലും ഒരു 40,000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് സാലറി കിട്ടാവുന്ന ഏറ്റവും ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥിക്ക് പെട്ടെന്ന് ചെന്നെത്താവുന്നതും വലിയൊരു മാസീവായിട്ടുള്ള റിക്രൂട്ട്മെന്റ് കേരള PS നടത്തുന്നത് അത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയാണ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ 2025, 2026 നിങ്ങളൊരു ഗവൺമെന്റ് സർവീസിലേക്ക് എത്തും എന്നുള്ളതാണ് വലിയൊരു യാഥാർത്ഥ്യത. മനസ്സിലാക്കുക. ഏജ് ലിമിറ്റ് ആണ് പിന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്.
39 വയസ്സാണ് നമ്മുടെ OBC കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക്. SC/ST കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 5 വർഷത്തെ ഇളവോടുകൂടി 41 വയസ്സ് വരെ എഴുതാവുന്നതാണ്. നിങ്ങൾ നോക്കുക, ഞാൻ ഇത് എടുത്തിരിക്കുന്നത് നമ്മുടെ SBCID നോട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ ഇപ്പോൾ വന്നത്, അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് തന്നെയായിരിക്കും ഈ വർഷം അവസാനമാണല്ലോ നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്ര നോക്കിയാൽ മതി. അതായത് 2/1/1989 മുതൽ 1/1/2007 വരെ, അതായത് ആ 2 ഡേറ്റുകൾ ഉൾപ്പെടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വന്നിരിക്കുന്നത് അതിനകത്താണെന്നുണ്ടെങ്കിൽ, ഈ 2 ഡേറ്റുകൾ ചേർത്ത് അതിനകത്തേക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വലിയൊരു അവസരം നിങ്ങൾ വഴാക്കരുത്. പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം. പരീക്ഷ നടക്കുന്നത് ആദ്യം പ്രിലിംസിന്റെ പരീക്ഷയായിരിക്കും. അത് 2026 നടക്കുന്നത്. കുറച്ച് മാസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു മെയിൻസ് പരീക്ഷ നടക്കുന്നു. ഇത് രണ്ടും കഴിഞ്ഞിട്ട് 2027 റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും. മക്കളെ, അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരുന്നത്, സാറേ ഈ പ്രിലിംസിന്റെ പരീക്ഷയുടെ സിലബസ് സാർ പെട്ടെന്നൊന്ന് പറയാമെന്നല്ലേ ചോദിക്കുന്നത്. മക്കളെ, നമ്മൾ 2026 ഞാൻ ആ പറഞ്ഞു പോയ എല്ലാ തസ്തികകളുടെയും കൂടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രിലിംസിന്റെ പരീക്ഷയായിരിക്കും നമ്മൾ എഴുതുന്നത്. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കുള്ള പ്രിലിംസിന്റെ പരീക്ഷയുടെ സിലബസ് ആണ് കിടക്കുന്നത്. അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നറിയോ? അത് മാത്രം ഞാനൊന്ന് പറഞ്ഞേക്കാം, നിങ്ങൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ കുഞ്ഞുങ്ങൾ താണ്ട് ഇവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താണ്ടേ മാത്സ് 20 മാർക്കിനാണ്. കണ്ടോ, മാത്സ് 20 മാർക്കിനുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നിങ്ങൾ ഒരിക്കലും മറന്നു പോരുത്. മാത്സ് 20 മാർക്കിനാണ്. അതേപോലെ ഇംഗ്ലീഷ് 20 മാർക്കിനുണ്ട്. അതേപോലെ മലയാളം 10 മാർക്കിനുണ്ട്. അപ്പോൾ തന്നെ ഏകദേശം 50 മാർക്കായി. അതായത് നിങ്ങൾ മെം സീരീസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥിക്ക് 50 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിനകത്തുനിന്ന് 50 മാർക്കാണ് അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. ബാക്കിയുള്ള 50 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GK വിഷയങ്ങൾക്ക് സ്പ്രെഡായി പോവുകയാണ്. ഹിസ്റ്ററി ഒക്കെ 10 മാർക്കിനുണ്ട്. അതേപോലെ ജോഗ്രഫി 5 മാർക്കിനുണ്ട്. അതേപോലെ എക്കണോമിക്സ് 5 മാർക്കിനുണ്ട്. അതേപോലെ സിവിക്സ് 5 മാർക്കിനുണ്ട്. അതേപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന 5 മാർക്കിനുണ്ട്. ആർട്സ് ലിറ്ററേച്ചർ അതുപോലുള്ള സാധനങ്ങൾക്ക് 10 മാർക്കാണുള്ളത്. അതുപോലെ കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് 5 മാർക്കുണ്ട്. അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന മറ്റൊരു ഭാഗമുണ്ട്, അവിടെ നിങ്ങൾക്ക് 5 മാർക്ക് കാണും. അപ്പൊ നിങ്ങൾ ഈ ഒരു സിലബസ് പെട്ടെന്നൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് മാറിക്കോ. ഇതാണ് നമ്മുടെ പ്രിലിംസിന്റെ നിങ്ങൾ എഴുതാൻ പോകുന്ന 2026 നിങ്ങൾ എഴുതാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സിലബസ് ആണ് ഞാൻ ഇവിടെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതേപോലെ അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കും, സാറേ ഒരു സെക്കൻഡ് കൊണ്ട് സാറാ ആ മെയിൻസിന്റെ പരീക്ഷയുടെ സിലബസ് കൂടി ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുമ്പോൾ ദാണ്ട്ര ഇതാണ് നമ്മുടെ മെയിൻസിന്റെ പരീക്ഷയുടെ സിലബസ്. ഏതിന്റെ? അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ നിങ്ങൾ എഴുതാൻ പോവല്ലേ. എന്നാ എഴുതാൻ പോകുന്നത്? 2026 നിങ്ങൾ പ്രിലിംസിന്റെ പരീക്ഷ എഴുതി ക്ലിയർ ആയിട്ട് മെയിൻസിന്റെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ വരുന്ന നമ്മുടെ സിലബസ് ഇങ്ങനെയാണ് വരുന്നത്. മലയാളം 10 മാർക്കിനേ ഉള്ളൂ. മലയാളം എത്ര മാർക്കിനാണുള്ളത്? മലയാളം 10 മാർക്കിനാണുള്ളത്. ഇംഗ്ലീഷ് 10 മാർക്കിനാണ്. അതേപോലെ കണക്ക് 10 മാർക്ക്. അപ്പൊ അവിടെ മറ്റെടുത്ത് നമുക്ക് മെം സീരീസിൽ 50 മാർക്ക് കിട്ടിയെങ്കിൽ അത് കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ട്, അതായത് 2021 മുതൽ 2025 വരെ വിവിധ ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് പരീക്ഷകളിലെ മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിനകത്ത് നിന്ന് ചോദിച്ചു പോയ ചോദ്യങ്ങളെയൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ അവിടെ 50 മാർക്ക്. അതിന്റെ തുടർച്ചയായിട്ട് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 30 മാർക്ക് ഇവിടെയും പിടിക്കാൻ പറ്റും. കണ്ടോ? ഇനി കറണ്ട് അഫേഴ്സ് ആണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു വില്ലൻ. 15 മാർക്കിനാണുള്ളത്. പിന്നെ വരുന്നതെല്ലാം റയർ സാധനങ്ങളാണ്. അവിടെ കേരള ഗവേണൻസ് 10 മാർക്കുണ്ട്. കണ്ടോ? പൊതുഭരണം ആ ഒരു ഭാഗത്ത് നിന്ന് സിലബസിനകത്ത് പുതുതായിട്ട് ഉൾപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇത് മെയിൻസ് പരീക്ഷകളിലെ വളരെ നിർണായകമായ ഒരു ടോപ്പിക്കാണ്. 10 മാർക്കിനാണ് അവിടെ ചോദിക്കുന്നത്. കണ്ടോ? അതേപോലെ പൊതുജനാരോഗ്യം, അതായത് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ നിന്ന് 6 മാർക്കിന്റെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 30ഉം 10ഉം 45 അല്ലേ? 45ഉം 6ഉം 51ഉം 10ഉം 61 മാർക്കിന്റെ കാര്യങ്ങൾ ഇത്രയും ഭാഗങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് പഠിക്കുവാണെങ്കിൽ എങ്ങനെ പോയാലും 61 മാർക്കിനകത്തുനിന്ന് ഒരു 50-55 മാർക്ക് കിട്ടത്തില്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ആയില്ലേ? ബാക്കി ഇനിയും കിടക്കുവാണ് ഇതൊക്കെ. ഹിസ്റ്ററി 5 മാർക്കിനാണ്. ജോഗ്രഫി 5 മാർക്കിനാണ്. എക്കണോമിക്സ് 5 മാർക്കിനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്കിനുണ്ട്. അതുപോലെ ഫിസിക്സും കെമിസ്ട്രിയും അതേപോലെ ഈ 2 സാധനങ്ങൾ 3, 6 മാർക്കിനാണ്. ഇതൊക്കെ പ്രത്യേകം പറയുവാണ്. പക്ഷെ അവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു കോമൺ ഭാഗമായിരുന്നു. ഇവിടെ കൃത്യമായിട്ട് ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതുപോലെ ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ 5 മാർക്കിന് ചോദിക്കും. ഇവിടെ നോക്കിയേ,
ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ അവിടെ 10 മാർക്കിന് ചോദിച്ചപ്പോൾ ഇവിടെ 5 മാർക്കിനാണ് ചോദിക്കുന്നത്. വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. അതുപോലെ കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാനം ഇവിടെ 3 മാർക്കേ ഉള്ളൂ, അവിടെ 5 മാർക്കായിരുന്നു. വളരെ പ്രധാനപ്പെട്ട നിയമങ്ങളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ എഴുതാൻ പോകുന്ന കമ്പനി ബോർഡ് പരീക്ഷയുടെ മെയിൻസ് പരീക്ഷയുടെ സിലബസ്. ഇതാണ്. വൃത്തിയായിട്ട് ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ടാണ് നിങ്ങൾ മുമ്പോട്ട് പോകേണ്ടെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുവാണ്. ഇനി നമുക്ക് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റവും നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എവിടെ നിന്ന് പഠിക്കണം, ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പഠിക്കേണ്ടത് എന്നൊക്കെ ഉള്ളതാണ്. നിങ്ങൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും എന്ന് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ എന്തായാലും വരും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്വാഭാവികമായിട്ടും PSC അവരവരുടെ കാര്യങ്ങൾ നോക്കി അവർ വൃത്തിയായിട്ട് ചെയ്തോളൂ. നമ്മൾ അവരെ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ അവർ സുപ്രഭാതത്തിൽ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. എന്നിട്ട് അവർ പറയും അടുത്ത ആഴ്ച വന്ന് പരീക്ഷ എഴുതാൻ പറയും. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള സമയമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ എന്ന് വരും എന്നുള്ള കാര്യം ഞാൻ കൃത്യമായിട്ട് നിങ്ങളിൽ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒരുപാട് പേര് തുടക്കക്കാരുണ്ടാവും, അല്ലെങ്കിൽ പരീക്ഷ കഴിഞ്ഞ് ഗ്യാപ്പ് വിട്ട് വന്ന ആൾക്കാരുണ്ടാകാം, നിങ്ങളുടെ കയ്യിൽ നിന്നെല്ലാം പോയിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന പരീക്ഷകൾ എങ്ങനെ വലിയ ആത്മവിശ്വാസത്തോടു കൂടി ഫൗണ്ടേഷൻ ക്ലിയർ ആക്കാം. ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതായത് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ എൻറ്റയർ സിലബസിന്റെ ഒരു 20% കവർ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ആസ് എ ഒരു ഡിഗ്രി ലെവൽ ഉദ്യോഗാർത്ഥി ചെയ്യേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ പുതിയ ബാച്ച്, അതായത് തുടക്കക്കാരെ എല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട് ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യുക അല്ലെ. എപ്പോഴും ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ അതിന് മുകളിലേക്ക് കട്ടകൾ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിന് ഒരു സ്ട്രോങ് ഉണ്ടാവത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യുക എന്നുള്ള വലിയൊരു മിഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഓരോരുത്തർക്കും, നിങ്ങളിപ്പോൾ കമ്പനി ബോർഡ് പരീക്ഷ തയ്യാറെടുക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമായിട്ടൊരു ബാച്ച്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി സെപ്പറേറ്റ് ബാച്ച്, അങ്ങനെ വലിയ ആ ഒരു ബാച്ചിനകത്ത് തന്നെ നമ്മൾ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് നോക്കിയിട്ടായിരിക്കും നിങ്ങളെ വളരെ ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ വരാൻ പോകുന്ന ഈ ഒരു പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥി നിങ്ങൾ വെൽ പ്ലാൻഡ് ആയിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം. പരീക്ഷ നടക്കും, അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോവുക. സോ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യാന്നുള്ള വലിയൊരു മിഷൻ ആയിരിക്കും. സോ നിങ്ങൾ ഏത് ബാച്ചിലേക്കാണോ അഡ്മിഷൻ എടുക്കുന്നത് ആ ബാച്ചിന്റെ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് ഒരു 20% സിലബസ് വളരെ കോൺക്രീറ്റ് ആയിട്ട് നിങ്ങളിലെ നോളജ് എത്തിക്കുക എന്നുള്ള വലിയൊരു മിഷനാണ്. അവിടെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, PDF നോട്ടുകളെല്ലാം ഉണ്ടാവും. നിങ്ങൾക്കൊരു വലിയ സാധ്യതയാണ്. സാധ്യതകൾ നമ്മൾ എന്ത് ചെയ്യണം? പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വേണം മുമ്പോട്ട് പോകുവാൻ എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുവാണ്. സോ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. അപ്പൊ നമ്മുടെ വരാൻ പോകുന്ന ഈ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വലിയൊരു ആധികാരികമായിട്ട് കോൺക്രീറ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വരുന്ന 30-ാം തീയതി വൈകുന്നേരം 7 മണി മുതൽ ഒരു വെബിനാർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 2025 2026 നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഡൗട്ടുകളും എല്ലാം ക്ലിയർ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഈ വരുന്ന 30-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് നമ്മളൊരു സൂം പ്ലാറ്റ്ഫോമിൽ ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു വെബിനാറിലേക്ക് പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബോർഡ് നമ്പർ ഇവിടെ ഉണ്ട്, 8590202323 എന്ന് പറഞ്ഞ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളൊരു രജിസ്ട്രേഷൻ ഫോം ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് നിങ്ങളുടെ ഡേറ്റ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിനകത്തേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും അന്നേ ദിവസം ക്ലിയർ ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കാവുന്നതാണ്. എല്ലാ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 2025 2026 എന്ന് പറയുന്ന വർഷത്തിലെ വലിയ നേട്ടങ്ങൾ കൊണ്ടുവന്ന ഒരു വർഷമാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് അങ്ങോട്ട് ഒരുമിച്ച് പ്രയത്നിക്കാം, ഒരുമിച്ച് പഠിക്കാം. അപ്പൊ നമുക്ക് അന്ന് കാണാം. സോ ബൈ.